എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാനൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ഞാൻ നടന്നു വന്ന വഴികളിൽ, മുള്ളുകൾ നിറഞ്ഞ വഴികളിൽ ഒന്നുകൂടി. എൻ്റെ ജീവിതവും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കുറേ കഷ്ടങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ന് നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഓർത്തിട്ടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ എൻ്റെ ഒരു സ്റ്റോറിയും കാണും, സമകാലീനമായി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഏതൊരു വിഷയവുമായി ചേർത്ത് ആയിരിക്കും ഞാൻ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആരെയും വിഷമിപ്പിക്കാനോ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്ന ഒരു സ്റ്റോറിയുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ അല്പം പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പട്ടിണി, ഒരു നല്ല വിശപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വിശപ്പിൻ്റെ വില എന്തെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പഞ്ചകാലമായിരുന്നു. അന്ന് ഭക്ഷണത്തിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ല. അസാധ്യ മഴക്കാലമായിരുന്നു, മഞ്ഞകാലം എന്നൊക്കെ പറയും അന്നൊക്കെ. ഈ 5000 അരിയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, അപ്പോൾ അമ്മയുടെ വയറിനകത്തിരിക്കുന്ന സമയത്തും ഞാൻ പട്ടിണിയായിരുന്നു. അന്ന് ഞാൻ കഷ്ടം അനുഭവിച്ചു. അതിനുശേഷം ഞാനൊരു ഓർഫണേജിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച ഓർഫണേജിൽ ഒരിക്കലും ഞാനിങ്ങനെ, അന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് സിനിമ ഇടുന്നത്, ദൂരദർശനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. ഇപ്പോൾ എല്ലാ കുട്ടികളും സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാനങ്ങനെ പുറകെ ഞങ്ങളുടെ ഓർഫണേജിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ജാതി മരത്തിൻ്റെ ചൂട്ടിൽ പോയപ്പോൾ താഴെ ഒരു ജാതിക്ക് കിടന്നു. ഈ ജാതിക്ക ഞാൻ താഴെ നിന്ന് എടുക്കുന്നത്, പറിച്ചതല്ല, താഴെ വീട്ടിൽ കിടന്നത് ഞാൻ എടുത്തതാണ്. ഞാൻ കൊച്ചുകുട്ടിയാണ്. പക്ഷെ അത് കണ്ടാൽ എൻ്റെ സുപ്പീരിയർ ഫാദർ വന്നിട്ട്, ഞങ്ങളുടെ ഓർഫണേജിൻ്റെ നടുവിൽ വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ 2 കൈയും വിരിച്ച് മുട്ടുകുത്തി നിന്നിട്ട് ഈ ജാതിക്ക് എൻ്റെ കയ്യിൽ വെച്ച് തന്നു പുള്ളി. അതായത് ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണ്, 2 കൈ വിരിക്കാൻ പറഞ്ഞു, വിരിച്ചു. അതിൽ ഒരു കൈയിൽ ഈ ജാതിക്ക് വെച്ച് തന്നു. അതിൻ്റെ അർത്ഥം, അതുവഴി പോകുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഇതുപോലെ എന്തെങ്കിലും കട്ട് തിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശിക്ഷയെ നിങ്ങൾ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ കട്ടതല്ല, എൻ്റെ താഴെ വീഴുന്ന് കിടന്ന ഒരു ജാതിക്കാണ് ഞാൻ എടുത്തത്. എനിവേ, അച്ഛനെ എന്നെ അവിടെ മുട്ടുകുത്തി നിർത്തിയത് അദ്ദേഹം മറന്നുപോയി. ഏകദേശം 2-3 മണിക്കൂറോളം ഞാൻ ആ മുട്ടുകുത്തി ആ ഗ്രൗണ്ടിൽ നിന്നു. അദ്ദേഹം അത് മറന്നുപോയി. അവിടെ ഈ ക്ലീൻ ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഈ ആൻറ്റി പോയിട്ട് ഈ ഫാദറിനോട് പറഞ്ഞു, അവിടെ ഒരു ചെക്കൻ ഇങ്ങനെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി മനസ്സിലായത് ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ ഉണ്ടെന്ന്. അച്ഛൻ ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല മോനെ എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് കുഴപ്പമില്ല ഫാദർ, അന്ന് പ്രശ്നമില്ലെന്നുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ റൂമൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ സഹായിച്ചു കൊടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ അടി ആ ഓണറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ആ ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഭയങ്കര സ്നേഹമാണ്. കാരണം ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലം. അടിക്കുന്ന ടീച്ചർമാർക്ക് നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, ഒരു ഗുരുത്വം ഉണ്ടാവും. അതൊക്കെ അന്നത്തെ കാലം. അതിനുശേഷം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഞാൻ പഠിച്ചത് എൻ്റെ നാട്ടിലാണ്. അതുവരെ ഞാൻ ഓർഫണേജിലായിരുന്നു. എൻ്റെ സ്കൂൾ അന്ന് ഉച്ചവരെ സ്കൂളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ
സ്കൂൾ വിട്ട് നടന്നു വരുന്ന സമയത്ത് ഒരു ഓല മേഞ്ഞ ഒരു ചെറിയ കുടിൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലൊരു അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. ഒത്തിരി നടന്നു വരുന്നത് കൊണ്ട് ഏകദേശം 3-3.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ വന്നത്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് ആ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, നീ ആരാ മോനെ, ആരാ നിൻ്റെ പപ്പ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പപ്പയുടെ പേര് പറഞ്ഞു. ആ ശരി മോനെ, അകത്തിരിക്കുന്നു പറഞ്ഞു. ആ അപ്പച്ചൻ അമ്മച്ചൻ ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് സംസാരിച്ച് അവിടെ ഇരുന്നു. ആ സമയത്ത് അവിടെ കപ്പയും മീനും ചോറൊക്കെ അവർ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അമ്മച്ചി. ഒത്തിരി പ്രായമുണ്ട് അവർക്ക്. അതെല്ലാം വേവിച്ചതിന് ശേഷം അവർ ഒരു 6 പ്ലേറ്റ് കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാന്ന് അപ്പം എനിക്ക് ഭക്ഷണം വേണ്ട, വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞു. ഇല്ലല്ല, കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഈ 6 പ്ലേറ്റ്, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം അതിന് അപ്പച്ചൻ പറഞ്ഞാണ് നീക്ക് അവർ ആ 6 പ്ലേറ്റിലും വിളമ്പി. അതിൻ്റെ കാര്യം ഫസ്റ്റ് വിളമ്പിയ പ്ലേറ്റിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തണുത്തു, കഴിച്ചു. അടുത്തതിൽ അല്പം കൂടുതലുണ്ട്, അത് തണുക്കാൻ താമസിക്കും. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടി 2.5 മാസമായിട്ട് കഴിക്കാനായിട്ടാണ് 6 പ്ലേറ്റ് വെച്ചത്. ശരി, വളരെ സന്തോഷം. കഴിച്ചു, തൃപ്തിയോടെ കഴിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്ന വഴിയിൽ ഈ അപ്പച്ചനെ കണ്ടു. എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇല്ല മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ ഒരു കഥയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ 20 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആ 20 എടുത്ത് അപ്പച്ചൻ്റെ കൊടുത്തു. പിന്നീട് വീണ്ടും ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പോയ സമയത്ത് അപ്പച്ചനുമില്ല അമ്മച്ചിയുമില്ല. പകരം അവിടെ പുള്ളിയുടെ മോനൊരു ടെറസ് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ ആ പുള്ളിയോടും പറഞ്ഞു. അപ്പോൾ അന്ന് അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 20 രൂപയ്ക്ക് പകരം ചിലപ്പോൾ ഞാൻ 2000 രൂപ കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ പോയി. പക്ഷേ മോനൊരിക്കൽ ഷോപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇനി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി. ശരി, ഇത് ഇങ്ങനെ എൻ്റെ കഥ കുറേയുണ്ട്. ഞാൻ കുറേശ്ശെ പറയാം, നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. ഈ സ്റ്റോറി ഞാൻ പറയാൻ കാരണം ഇതെൻ്റെ സ്റ്റോറിയാണ്. ഇനി കേരളത്തിൽ നടന്ന ഒരു വിഷയവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് ഇന്നലെ പെട്ടെന്ന് ഒരു ചിന്ത വന്നു. 2018 മധു എന്ന് പറയുന്ന ഒരു ആദിവാസി കൊല്ലപ്പെട്ടു. അദ്ദേഹം അത് ഫെബ്രുവരി 12-ാം തീയതിയാണെന്ന് തോന്നുന്നു. 2018 ഫെബ്രുവരി 12-ാം തീയതി എങ്ങാണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊല്ലപ്പെടാൻ കാരണം അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പറയുന്നത് കുറച്ച് അരി എടുത്തതാണ്. ഒരു കടയിൽ നിന്ന് കുറച്ച് അരി എടുത്തു. ഒരു പക്ഷേ ഒരു ദിവസം എടുത്തിരിക്കാം, 2 ദിവസം എടുത്തിരിക്കാം. പക്ഷെ എടുത്തത് ഒരു ചാക്കായിട്ടോ ബൾക്കായിട്ടോ അല്ല. അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് ചെറിയൊരു പൊതിയിൽ കുറച്ച് അരിയാണ് ആ മനുഷ്യൻ എടുത്തത്. മധു എന്ന് പറയുന്ന ആദിവാസി യുവാവ്. കടക്കാരെ പിടിച്ചു, മർദ്ദിച്ചു. അത് കണ്ടുകൊണ്ടിരുന്ന 30 വയസ്സിന് താഴെയുള്ള കുറേ 5-6 ചെറുപ്പക്കാർ വന്ന് അയാളെ അടിച്ച് നശിപ്പിച്ചു, നെഞ്ചിൽ ചവിട്ടി. ഒന്ന് കരയാൻ പോലും ആ മനുഷ്യനെ അനുവദിച്ചില്ല. ആ നെഞ്ചിൽ ചവിട്ടിയ സീനൊക്കെ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതൊന്നും ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടാകുന്നത്. ഒരുപടി അരിക്ക് വേണ്ടിയാണ് അവരത് ചെയ്തത്. ആ നെഞ്ചിലൊക്കെ ചവിട്ടാനായിട്ട് ഒരു മനുഷ്യൻ്റെ ഫിറ്റിൻ്റെ അത്ര പോലും ഇല്ല അയാളുടെ നെഞ്ച് വീതി. അത്ര കൊച്ചു മനുഷ്യനാണ്. 10-35 കിലോ വരുള്ളൂ. അയാൾ ഒന്നും സംസാരിച്ചില്ല, തർക്കിച്ചില്ല, വഴക്കുണ്ടാക്കിയില്ല, ചീത്ത പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം കേട്ടു നിന്നു. അദ്ദേഹം ഉടുത്തിരുന്ന ഒരു കൈലിമുണ്ടിനെ വലിച്ചെടുത്ത് മരത്തിൽ കെട്ടിവെച്ച് അടിച്ചു. കരച്ചിലിന് പകരം അയാൾ ബ്ലഡ് ഛർദ്ദിച്ച് മരിച്ചു. പക്ഷേ പകരം കരഞ്ഞത് പ്രപഞ്ചമായിരുന്നു. ഒരു മധുവിന് വേണ്ടി കേരള സംസ്ഥാനം മുഴുവനും കരഞ്ഞു. പ്രപഞ്ചം കരഞ്ഞു, ആകാശം കരഞ്ഞു, ദൈവം കരഞ്ഞു. അതുമാത്രം കരഞ്ഞില്ല. നിങ്ങളൊക്കെ വലിയ മിടുക്കന്മാരായിരിക്കാം, നിങ്ങളൊക്കെ വളരെ വിശുദ്ധന്മാരായിരിക്കാം, നിങ്ങൾ മോഷ്ടിച്ചിട്ട് കാണില്ല, നിങ്ങളെല്ലാം ആ നാട്ടിൽ നല്ല ജനസേവകരായിരിക്കാം, നിങ്ങളൊക്കെ ജയിലിൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഇറങ്ങി വരും. എൻ്റെ ചോദ്യം അതല്ല. ഈ കടക്കാൻ ആ മനുഷ്യനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഈ യുവാക്കൾ 5-6 യുവാക്കൾ ചേർന്നിട്ട് ആൾക്ക് 50 രൂപ വെച്ച് പിരിച്ചിട്ട്
ഈ മധുവിനെയും കൂട്ടി ഒരു ചാക്ക് അരി കൊണ്ട് ആ മധുവിൻ്റെ വീട്ടിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരിക്കായിരുന്നു അല്ലേ. ആ മനുഷ്യൻ മരിച്ചു പോകില്ലായിരുന്നു അല്ലേ. ആ മനുഷ്യൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടാവില്ലായിരുന്നോ, ഒരു ജീവൻ പൊലിയുമായിരുന്നോ. ഇപ്പോൾ അതേ പ്രായത്തിലുള്ള യുവാക്കളോട് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ടിട്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കുക, സ്നേഹിക്കുക. ദൈവം സഹായിക്കട്ടെ.